തുർക്ക്മെനിസ്ഥാനിലുള്ള ദേർവേസ് ഗ്രാമത്തിലുള്ള ഒരു പ്രകൃതി വാതക നിക്ഷേപമാണ് ദർവാസ് ഗർത്തം. ഈ പ്രദേശത്തെ ഡോർ ടു ഹെൽ അഥവാ നരകത്തിൻ്റെ കവാടം എന്നും അറിയപ്പെടുന്നു. 1971 ഈ പ്രദേശത്തെ കണ്ടെത്തിയത് മുതൽ ഇവിടെ ഈ ഗർത്തത്തിൽ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിക്കടിയിൽ നിന്നുള്ള വാതക പ്രവാഹമാണ് നിലക്കാതെ തീ കത്തുന്നതിനുള്ള ഇന്ധനം. 1971 സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന കാലത്ത് സോവിയറ്റ് സയന്റിസ്റ്റുകൾ ഈ പ്രദേശത്ത് പരിശോധനകൾ നടത്തിയിരുന്നു. അങ്ങനെ സയന്റിസ്റ്റുകൾ അവിടെ ഒരു വാതക നിക്ഷേപം കണ്ടെത്തുകയുണ്ടായി. പരീക്ഷണങ്ങൾ നടത്തുന്നതിന് ഈ വാതകത്തിന്റെ സാമ്പിൾ ആവശ്യമാണ്. സാമ്പിൾ എടുക്കുന്നതിനു വേണ്ടി അവർ ആ പ്രദേശത്ത് ഡ്രിൽ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഡ്രിൽ ചെയ്യുന്നതിനിടെ ആ ഭാഗത്തെ മണ്ണ് അടർന്നുമാറി അവിടെ ഒരു 200 അടി വ്യാസത്തിൽ ഒരു ഗർത്തം രൂപപ്പെട്ടു. ആ ഉണ്ടായ കുഴിയിൽ നിന്നും ശക്തമായ വാതക പ്രവാഹം ഉണ്ടായി. ഈ പുറത്തുവന്ന വാതകം അവർ സാമ്പിൾ എടുത്ത് പരിശോധിച്ചു. ആ പരിശോധനയിൽ ഈ കണ്ടെത്തിയ വാതകത്തിൽ വിഷവാതകത്തിന്റെ അംശം കണ്ടെത്തി. ഈ പുറത്തുവന്ന വാതകം ഗ്രാമത്തിൽ താമസിക്കുന്നവരെ ബാധിച്ചേക്കാം എന്ന കാരണത്താൽ അവർ ആ വാതകത്തെ കത്തിച്ചുകളയാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ ആ വാതകത്തിൽ തീയിട്ടു. അവർ 2 ആഴ്ച കൊണ്ട് ഈ വാതകം മുഴുവൻ കത്തിക്കഴിയുമെന്നാണ് അവർ വിചാരിച്ചത്. എന്നാൽ അത് ഇന്നും കെടാതെ കത്തിക്കൊണ്ടിരിക്കുന്നു. ഈ സംഭവം ലോകമെമ്പാടുമുള്ള സന്ദർശകരെ ആകർഷിക്കുന്ന തരത്തിൽ ഡോർ ടു ഹെൽ ഒരു പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയിരുന്നു. സമീപത്തെ ഹോട്ടലും സന്ദർശക കേന്ദ്രവും നിർമ്മിക്കുന്നതുൾപ്പെടെ ടൂറിസ്റ്റ് കേന്ദ്രമായി ഈ സ്ഥലം വികസിപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ തുർക്ക്മെൻ സർക്കാർ സ്വീകരിച്ചിരുന്നു. ഈ പ്രദേശത്ത് വികസനം കൊണ്ടുവന്നതിലൂടെ സഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കുകയും സർക്കാരിന് ഇത് ഒരു വരുമാന സ്രോതസ്സായി മാറി. എന്നിരുന്നാലും വാതകം ഇങ്ങനെ കത്തുന്നതിലൂടെ ഒരുപാട് ആശങ്കകളും വെല്ലുവിളികളും ഉയർന്നുവന്നിരുന്നു. പ്രകൃതിവാതകം നിരന്തരം കത്തിക്കുന്നത് അന്തരീക്ഷ മലിനീകരണവും ഹരിതഗൃഹ വാതകങ്ങളുടെ പ്രകാശനവും ഉൾപ്പെടെ കാര്യമായ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു. കൂടാതെ ഈ പ്രദേശം ഒരു വിദൂരവും വാസയോഗ്യമല്ലാത്തതുമായ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ആക്സസ് ചെയ്യുന്നതിനും പരിപാലിക്കുന്നതിനും വളരെ അധികം ബുദ്ധിമുട്ട് നിറഞ്ഞിരുന്നു. ഈ അണയാതെ കത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഗർത്തം ഒരു കവാടത്തിനു തുല്യമാണ്. ഇതിലേക്ക് വീണുകഴിഞ്ഞാൽ നമ്മുടെ കാര്യം തീർന്നു തന്നെ.